ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുബിൾസ് ലേണിംഗ്. മറ്റൊരു വളരെ നിങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നിങ്ങളിങ്ങനെ അത്യാവശ്യപ്പെട്ട് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു വീഡിയോ ആണ്. സാർ ഇതൊന്ന് പറഞ്ഞുതരും, സാർ ഇതെങ്ങനെയാ ചെയ്യാൻ. എന്താ കാര്യം? CUET എക്സാം എഴുതുമ്പോൾ സാറേ എനിക്ക് ഏതൊക്കെ പേപ്പേഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്? ഞാൻ ഇന്നൊരു കോഴ്സിനാണ് പോകുന്നത്. ആ കോഴ്സിന് എനിക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ ഏതൊക്കെ കോമ്പിനേഷനാണ് എടുക്കേണ്ടത്? സബ്ജക്റ്റ് കോമ്പിനേഷൻ അതെങ്ങനെയാണ് സാറേ മനസ്സിലാക്കുക? അത് എവിടെ നിന്നാണ് അത് എങ്ങനെയൊക്കെ കൊടുക്കേണ്ടത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ CUET ബന്ധപ്പെട്ട ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് സബ്ജക്റ്റ് കോമ്പിനേഷൻ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് വേണ്ട ഒരു കോഴ്സ് നിങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. ആ കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും അവർ ആ കോഴ്സിന് ഏതൊക്കെ പേപ്പേഴ്സാണ് എഴുതേണ്ടതെന്ന് അറിയണം. എന്നിട്ട് എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു 5 സബ്ജക്റ്റ് കോമ്പിനേഷൻ ആക്കിയിട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അത് ശരിക്കും എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് CUET സൈറ്റ് ഉണ്ട്, CUET.NTA.NIC.in. ആ സൈറ്റിലാണ് നിങ്ങൾ ആദ്യം പോവേണ്ടത്. നിങ്ങൾ നേരെ ഗൂഗിളിൽ പോവുക, CUET.NTA.NIC.in എന്ന് പറയുന്ന CUET സൈറ്റ് ഉണ്ടല്ലോ, അതിൽ പോവുക. അതിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ തുടക്കത്തിൽ കോമൺ യൂണിവേഴ്സിറ്റി ഇൻട്രസ്റ്റഡ് UG അബൌട്ട് NTA ഇൻഫർമേഷൻ സിലബസ് യൂണിവേഴ്സിറ്റീസ്, അവിടെ യൂണിവേഴ്സിറ്റീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് CUET UGയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റും കിട്ടും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റും ഉണ്ട്. ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ CUET UG വഴി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഇനി ഈ യൂണിവേഴ്സിറ്റികളല്ലാത്ത എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വ്യൂ എന്നെടുത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റും ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും, അതിന് നിങ്ങൾ CUETക്ക് എഴുതേണ്ട പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നും ഈ ഒരു PDF കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഇതിലുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. BA സംസ്കൃതമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇതിൽ എഴുതാൻ പറയുന്ന ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി നോക്കുക. അപ്പോൾ നിങ്ങൾ പ്രൊമിനൻ്റ് ആയിട്ട് 5 യൂണിവേഴ്സിറ്റി ഒക്കെ കാണുന്നത്, ആ 5 യൂണിവേഴ്സിറ്റിയും പോയിട്ട് നോക്കുക. അടുത്ത ഞാൻ അലിഗഡിന് പുറമെ ഞാൻ നോക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റിൽ പോകുന്നു. ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ് ആണ്. അത് അവർ എഴുതാൻ പറയുന്നത് ഇംഗ്ലീഷും പൊളിറ്റിക്കൽ സയൻസും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ്. അപ്പോൾ ഞാൻ അത് എഴുതി വെക്കുന്നു. ഇനി അടുത്ത എനിക്ക് വേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റി. എനിക്ക് എവിടെയാണ് പോകേണ്ടത്? ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ താഴോട്ട് പോവുക, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഓക്കെ, അപ്പം ഇങ്ങനെ എന്നിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA പൊളിറ്റിക്സിന് എന്താണ് എഴുതാൻ പറയുന്നതെന്ന് ഇതിൽ മൊത്തം ചെക്ക് ചെയ്യുക. അവിടെയുള്ള എല്ലാ കോഴ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം BA പൊളിറ്റിക്സ് നോക്കുക. അതാ BA പൊളിറ്റിക്സ് നോക്കിയിട്ട് BA പൊളിറ്റിക്കൽ സയൻസിന് എന്താണ് അവർ എഴുതാൻ പറയുന്നത് നോക്കാം. ഓക്കെ ഇവിടെ BA പൊളിറ്റിക്കൽ സയൻസിന് അവർ പറയുന്നത് എനിവൺ അല്ലേ, ലിസ്റ്റ് ചെയ്യൽപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റും പിന്നെ ഡൊമൈൻസിലുള്ള 3 എണ്ണവും, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യലുള്ള 2 എണ്ണവും ഡൊമൈൻസിലുള്ള 2 എണ്ണവും, അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊരു ഹെക്റ്റിക് ആയിട്ടുള്ള പണിയാണ്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും PDF എടുത്ത് തുറന്ന് നോക്കുക. എന്നിട്ട് അതിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കോഴ്സ് അതിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റി അവർ എഴുതാൻ പറയുന്ന പേപ്പേഴ്സ് എഴുതി നോട്ട് ചെയ്യുക. എന്നിട്ട് എനിക്ക് എഴുതേണ്ട പേപ്പേഴ്സ് ഇന്നതൊക്കെ ആണെന്നൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ആ പേപ്പേഴ്സിന് അപ്ലൈ ചെയ്യും. ഇതാണ് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതാണ് ഒതൻറ്റിക് ആയിട്ടുള്ള വേ, ശരിക്കും ലോജി വേ ഇതാണ്. അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടൊന്നും അത് കേട്ടിട്ടില്ല. ശരിക്കും ഇങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതേണ്ട പേപ്പേഴ്സ് എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. ഇങ്ങനെയാണ് ഓരോ യൂണിവേഴ്സിറ്റിൻ്റെതും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. ശരിക്കും ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് ടാസ്ക് ആണ്. കാരണം ഇത്ര യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ കോഴ്സ് അവിടെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അവിടെ എഴുതാൻ പറയുന്ന പേപ്പർ. അപ്പോൾ ഇതിനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളുള്ളത്. നിങ്ങൾ ഞങ്ങളെ താഴെ അഡ്മിഷൻ കൗൺസിലർ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഹായ് സാർ ഗീവ് മീ സബ്ജക്റ്റ് കോമ്പിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഇട്ടാൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഏതൊക്കെ പേപ്പർ എഴുതണോ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CUET UGയുടെ പ്രിപ്പറേഷന് അത് ഉപകാരപ്പെടും. നമ്മുടെ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് OG വേ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ആ ഓരോ യൂണിവേഴ്സിറ്റിയിൽ എഴുതേണ്ട പേപ്പേഴ്സ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് സബ്ജക്റ്റ് കോമ്പിനേഷൻ മനസ്സിലാക്കാൻ എളുപ്പമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ജനുവരി 25-ന് ഏറ്റവും 3rd ബാച്ച് ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് CUET UG പ്രിപ്പറേഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണത്. നന്ദി, താങ്ക് യു.